മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് കുൻ ഫിദ്ദുനിയാ കന്നക വരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ കുൻ ഫിദ്ദുനിയാ നീ ദുനിയാവിലാവണേ കന്നക വരീബ് ഒരു വിദേശിയെ പോലെ ജീവിക്കണേ. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഗൾഫിൽ പോയിട്ടില്ലേ, അവരവിടെ ജോലിക്ക് പോകുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ സദാസമയവും അവരുടെ ചിന്ത നാട്ടിലുള്ള കാര്യങ്ങളെ പറ്റിയാണ്. കെട്ടിക്കാൻ പ്രായമെത്തിയ മകളെ പറ്റി, പ്രായാധിക്യം ചെന്ന് നിൽക്കുന്ന ഉമ്മയെ പറ്റി, ബാപ്പയെ പറ്റി, പൂർത്തിയാകാതെ കിടക്കുന്ന വീട് പണിയെ പറ്റി, ഇങ്ങനെ നാട്ടിലുള്ള പല നൂറ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഗൾഫിൽ അവൻ അധ്വാനിക്കുന്നത്. അവനവിടെ ജോലിക്ക് പോകുന്നുണ്ട്, കൂട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്, തന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ അവന്റെ മനസ്സ് സദാസമയവും നാട്ടിലെ കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയിലാണ്. ഇതുപോലെയാകണം ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴോ അവന്റെ യഥാർത്ഥ വീട് ഖബറാണ്. ആ ഖബറിൽ രക്ഷപ്പെടണമെന്ന ചിന്തയോടെ, ആ ഖബറിൽ എനിക്ക് പരാജയം സംഭവിക്കുമോ എന്ന പേടിയോടെ അതിനെപ്പറ്റിയുള്ള ചിന്തയിലായിരിക്കണം സദാസമയം അവന് ജീവിക്കേണ്ടതെന്നാണ്. അദ്ദുന്യാ മസ്റഅത്തുൻ ഇലൽ ആഖിറ, ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ രണ്ടാമതായി പറയുകയാണ് ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ദുനിയാവിൽ നീ ജീവിക്കണേ. വഴിയാത്രക്കാരന്റെ പ്രത്യേകത എന്താണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സങ്കല്പിക്കുക, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നു, അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിന് കയറുന്നു. നമ്മുടെ ഉദ്ദേശം എന്താ? തിരുവനന്തപുരത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം നിർവഹിക്കാൻ. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന മണിക്കൂറുകൾക്കിടയിൽ ഒരു പക്ഷേ അടുത്ത സീറ്റിലിരിക്കുന്ന ആളുമായി പരിചയപ്പെട്ടിട്ടുണ്ടാവും, ആരുമായി വർത്താനം പറഞ്ഞിട്ടുണ്ടാവും, ഏതെങ്കിലും കൂടുതൽ സമയം നിൽക്കുന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ലക്ഷ്യം ആ കണ്ടാളുമായി സംസാരിക്കലല്ല, നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് തിരുവനന്തപുരത്ത് എത്തി ഒരു ഉദ്ദേശം, എന്തെങ്കിലും ഒരു ആവശ്യം, എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്, ഒരാവശ്യമുണ്ട് എന്ന പോലെ ഒരു മനുഷ്യൻ ദുനിയാവിൽ ഖബറിലേക്കുള്ള ഒരു യാത്രക്കിടയിലുള്ള ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ്.